വാർത്തകളിലേക്ക് വിശദമായി. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ഐസിയുവിൽ. ഇന്ന് വൈകിട്ട് കസ്റ്റംസ് സംഘം ചോദ്യം ചെയ്യുന്നതിന് വീട്ടിലെത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ശിവശങ്കറിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. കസ്റ്റംസ് വാഹനത്തിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ തുടർന്ന് കസ്റ്റംസ് NIA സംഘം ഡോക്ടർമാരുമായി ചർച്ച നടത്തിയതിനു ശേഷം മടങ്ങി. അറസ്റ്റിനായാണ് കസ്റ്റംസ് സംഘം ശിവശങ്കറിന്റെ വീട്ടിലെത്തിയതെന്നാണ് സൂചന. ആശുപത്രിയിൽ നിന്ന് കിരൺ ബാബു, അതോടൊപ്പം തന്നെ കൂടുതൽ വിശകലനങ്ങളുമായി VS അനുവും നമുക്കൊപ്പം ചേരുന്നു. കിരൺ, ഒരു അറസ്റ്റിനുള്ള നീക്കം ഉണ്ടായിരുന്നോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഏത് കേസിലായിരുന്നു? എത്രത്തോളം നാടകീയമായ രംഗങ്ങളായിരുന്നു വൈകിട്ട് മുതൽ ശിവശങ്കറിന്റെ കാര്യത്തിൽ ഉണ്ടായത്? അപർണ, അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് കസ്റ്റംസ് വന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കസ്റ്റംസ് അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു സ്ഥിരീകരണം നൽകുന്നില്ല എന്നതാണ് പ്രധാനം. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ശിവശങ്കറിന്റെ വീട്ടിലെത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിന് നോട്ടീസ് നൽകി. അദ്ദേഹത്തെയുമായി കാറിൽ കയറുമ്പോഴാണ്, കസ്റ്റംസിന്റെ കാറിൽ വെച്ചാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടാകുന്നത്. ഈ കസ്റ്റംസിന്റെ വാഹനത്തിൽ തന്നെയാണ്, ആ അംബാസഡർ കാറിൽ തന്നെയാണ് അദ്ദേഹത്തെ PRS ആശുപത്രിയിൽ എത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ നേരത്തെ ജോലി ചെയ്തിരുന്ന ആശുപത്രിയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ അതേ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് അദ്ദേഹത്തെ എത്തിച്ചത്. അതിനുശേഷം ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അവരും ഇദ്ദേഹത്തിനൊപ്പം തന്നെ ഇവിടെ എത്തിയിരുന്നു. അവരും ഡോക്ടർമാരുമായി ചർച്ച നടത്തി. ഏകദേശം 2-2.5 മണിക്കൂറോളം അവരും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയത്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഔദ്യോഗികമായ വിശദീകരണം നൽകുന്നില്ലെങ്കിലും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം കാർഡിയക് ICUവിലാണുള്ളത്. അദ്ദേഹത്തിന് പ്രാഥമികമായി ഉള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗിക മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് പുറപ്പെടുവിക്കാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം നിരീക്ഷണത്തിലാണ്. ഇന്ന് എന്തായാലും നിരീക്ഷണത്തിൽ തന്നെ തുടരും. എന്നാലും ഡിസ്ചാർജ് ഉടനെ ഉണ്ടാവില്ല എന്നും ഡോക്ടർമാരിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. റൈറ്റ്. VS അനുവും ചേരുന്നു. അനു, കസ്റ്റംസ് നേരിട്ട് വീട്ടിലെത്തുക, വിളിച്ചുകൊണ്ടുപോകുക, അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുക, വളരെ ധൃതി പിടിച്ച് നടക്കുന്ന ഒരു നീക്കം. അതുകൊണ്ട് തന്നെ അങ്ങനെ അത് എത്രത്തോളം നിർണായകമാകുന്നു? പുതിയ ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ, അല്ലെങ്കിൽ നേരത്തെ തന്നെയുള്ള കേസിൽ ഏതെങ്കിലും നിർണായകമായിട്ടുള്ള ഒരു തെളിവ് കിട്ടിയതാണോ? എന്തെങ്കിലും സൂചന കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുണ്ടോ? അപർണ, കസ്റ്റംസ് അനൌദ്യോഗികമായി നമ്മളോട് പറയുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വൈകിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് അദ്ദേഹത്തെ അറസ്റ്റ് അത്തരമൊരു നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി തന്നെയാണ് കസ്റ്റംസ് സംഘം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയതെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. പക്ഷേ ഔദ്യോഗികമായി ഇക്കാര്യം അവർ സ്ഥിരീകരിക്കുന്നില്ല. ഇവർ ആദ്യം 5:20 അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു. 6 മണിക്ക് തിരുവനന്തപുരത്തെ കസ്റ്റംസ് ഓഫീസിലേക്ക് ഹാജരാകണം എന്ന് അദ്ദേഹത്തോട് പറയുന്നു. ഈ കസ്റ്റംസിന്റെ വാഹനത്തിൽ തന്നെ പോകാമെന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ശിവശങ്കർ തന്റെ സ്വകാര്യ വാഹനത്തിൽ എത്താമെന്ന് പറയുന്നുണ്ടെങ്കിലും കസ്റ്റംസ് അനുവദിക്കുന്നില്ല. ഈ കസ്റ്റംസിന്റെ വാഹനത്തിൽ തന്നെ പോകാമെന്ന് പറയുന്നു. അതിനുശേഷം ഇദ്ദേഹം വാഹനത്തിൽ കയറുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതും തുടർന്ന് ഇദ്ദേഹത്തെ PRS ആശുപത്രിയിലേക്ക് മാറ്റുന്നതും. ഇപ്പോൾ നമുക്ക് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിശദീകരണം, അദ്ദേഹത്തിന്റെ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അത്തരമൊരു നടപടിയിലേക്ക് തന്നെയാണ് കസ്റ്റംസ് കടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുൻകൂർ ജാമ്യം തേടിയിരുന്നു. അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കസ്റ്റംസ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ചില ഇടപെടലുകൾ, പ്രത്യേകിച്ച് ഡോളറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അടക്കം ചില കാര്യങ്ങളിൽ നിർണായകമായ തെളിവുകൾ ശിവശങ്കറിനെതിരെ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റൈറ്റ്. അനു, തിരികെ വരാം. കിരൺ ബാബു, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇഡിയുടെ കേസിൽ അറസ്റ്റ് ഉണ്ടാവുകയില്ല ഉടൻ, അത് കോടതി തടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് പുതിയ സ്വപ്നയും സരിത്തും പ്രതികളായിട്ടുള്ള മറ്റൊരു കേസ് കൂടി ഇന്ന് കസ്റ്റംസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പുതിയൊരു കേസിൽ കൂടുതൽ നിർണായകമായ ഏതെങ്കിലും തെളിവുകൾക്കുള്ള സാധ്യത, അങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഒരു അറസ്റ്റിനുള്ള നീക്കം പരിപൂർണമായിട്ടും തള്ളിക്കളയാൻ കഴിയുമോ ഈ സാഹചര്യത്തിൽ? കേൾക്കാമോ കിരൺ ബാബു? ഓക്കെ, ചില സാങ്കേതിക പ്രശ്നങ്ങൾ. കിരണിലേക്ക് തിരികെ വരാം. അനു, വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ അതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദേശത്തേക്ക് നോട്ട് കടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ കേസ് കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ NIAയും ആശുപത്രിയിലെത്തുന്നു, കസ്റ്റംസ് വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ ചില അസാധാരണമായുള്ള ചില നീക്കങ്ങൾ നടക്കുമ്പോൾ പരിപൂർണമായും അറസ്റ്റിനുള്ള നീക്കം തള്ളിക്കളയാൻ കഴിയുമോ? മറ്റേതെങ്കിലും പുതിയൊരു കേസിൽ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചനകളും തള്ളിക്കളയാൻ കഴിയുന്ന സാഹചര്യമാണോ?
അപർണ, ഒരു തരത്തിലും നമുക്ക് അത്തരം നീക്കങ്ങൾ തള്ളിക്കളയാനാവില്ല. മാത്രമല്ല, ഇദ്ദേഹത്തിനെതിരെ നിലവിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ തെളിവുകളൊന്നും ഇതുവരെയ്ക്കും കേന്ദ്ര ഏജൻസികൾ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ ശിവശങ്കർ ഏതെങ്കിലും തരത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതികൾക്ക് സഹായം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഇതുവരെയ്ക്കും ഒരു തെളിവും ശിവശങ്കറിന് ലഭിച്ചിട്ടില്ല. പക്ഷേ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന പണത്തിന്റെ ഇടപാടുകളിൽ പലപ്പോഴും ശിവശങ്കർ അറിഞ്ഞോ അറിയാതെയോ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്വപ്നയുടെ വലിയ പണങ്ങൾ അദ്ദേഹം ഈ പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ട് വഴി ബാങ്ക് ലോക്കറിലേക്ക് മാറ്റുന്നു. ഇതിനൊക്കെ ശിവശങ്കറിന്റെ പങ്കിന്റെ കൃത്യമായ ഡിജിറ്റൽ എവിഡൻസ് അന്വേഷണ ഏജൻസികൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി ശിവശങ്കർ നടത്തിയ വാട്സാപ്പ് ചാറ്റിന്റെ വിശദാംശങ്ങൾ വരെ പുറത്തു വന്നിരുന്നു. ED അത് കോടതിയിൽ പ്രൊഡ്യൂസും ചെയ്തതാണ്. ഇത്തരത്തിൽ ശിവശങ്കറിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചില ഇടപാടുകളിലെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയായി എന്നുള്ളത് വ്യക്തമാണ്. അതുതന്നെയാണ് അന്വേഷണ ഏജൻസികളും പറയുന്നത്. ഇതിന്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹത്തിനെ കസ്റ്റംസിന്റെ നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയൊരു കേസ് വന്നിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ഡോളർ കടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശിവശങ്കറിന് ചില പങ്കാളിത്തമുണ്ട് എന്ന കിരൺ ബാബുവിലേക്ക് കൂടി. കിരൺ, ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ? NIA ഉദ്യോഗസ്ഥരും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും പൂർണ്ണമായും ആശുപത്രി വിട്ടുകഴിഞ്ഞോ? അതോടൊപ്പം തന്നെ ഏത് രീതിയിലാണ് ആരോഗ്യനില എന്നും എപ്പോൾ ആശുപത്രി വിടാനാകുമെന്നുള്ള സൂചനകളാണ് ഡോക്ടർമാരിൽ നിന്ന് ലഭ്യമാകുന്നത്? അപർണ, ഡോക്ടർമാർ ഇന്ന് ഔദ്യോഗികമായി ഇവരുടെ വാർത്ത മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയിട്ടില്ല. നമുക്ക് ലഭ്യമായ ഒരു ഇതാണ്, അദ്ദേഹത്തിന് നെഞ്ചുവേദനയെ തുടർന്നാണ് ഇവിടെ എത്തിയത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം വളരെ ഉയർന്നതായിരുന്നു. 200 വരെ രക്തസമ്മർദ്ദത്തിന്റെ ഉയർന്ന തോത് പോയി എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. അതിനുശേഷം ഇത് ഹാർട്ട് അറ്റാക്ക് സംബന്ധിച്ച് എന്തെങ്കിലും വന്നാനുള്ള സാധ്യതയുണ്ട്. ഇതനുസരിച്ച് അടക്കമുള്ള പരിശോധനയാണ്. കാർഡിയക് ICUവിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് എന്തായാലും അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്ത ദിവസം നാളെ രാവിലെ വീണ്ടും ആയിരിക്കും തീരുമാനിക്കുക അദ്ദേഹത്തിന് തുടർ ചികിത്സ എന്ത് വേണം അല്ലെങ്കിൽ തുടർ പരിശോധനകൾ ഏതെല്ലാം വേണം എന്ന് തീരുമാനിക്കുക. എന്തായാലും രാത്രിയിൽ ഇതുവരെ മറ്റ് അടിയന്തര സാഹചര്യങ്ങളൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ടായതായും ആശുപത്രിയിൽ നിന്ന് വിശദീകരണങ്ങൾ ലഭിച്ചിട്ടില്ല. റൈറ്റ്. കിരൺ ബാബുവും VS അനുവും തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ വരുന്നത് വിദേശത്തേക്ക് നോട്ട് കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ കസ്റ്റംസ് നീക്കമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. വിദേശത്തേക്ക് നോട്ട് കടത്തിയതായി ആരോപിച്ച് സ്വപ്നയ്ക്കും സരിത്തിനുമെതിരെ കസ്റ്റംസ് പുതിയ കേസെടുത്തിരുന്നു. ശിവശങ്കറിനൊപ്പമുള്ള വിദേശയാത്രയിലാണ് സ്വപ്ന നോട്ട് കടത്തിയതെന്നാണ് ആരോപണം. സ്വപ്നയുടെയും സരിത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കസ്റ്റംസ് ഇന്ന് സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയെ സമീപിച്ചെങ്കിലും മതിയായ രേഖകളില്ലാത്തതിനാൽ കോടതി അറസ്റ്റ് അനുവദിച്ചില്ല. ശ്രീനാഥ് ചേർന്നു. ശ്രീനാഥ്, ഉറ്റുനോക്കേണ്ടത് ഈ പുതിയ കേസിൽ നിർണായകമായിട്ടുള്ള തെളിവുകളിലേക്ക് കസ്റ്റംസ് കടക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തുണ്ടായ നീക്കം ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? പുതിയ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ, സൂചനകൾ എങ്ങനെ? സ്വപ്ന സുരേഷ് വിദേശത്തേക്ക് $1,90,000 കടത്തിയതായി കസ്റ്റംസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. UAE കോൺസുലേറ്റിലെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് നിയമവിരുദ്ധമായി സ്വപ്ന ഡോളർ കടത്തിയത് എന്നും കണ്ടെത്തിയിരുന്നു. ഈ വിദേശത്തേക്കുള്ള സ്വപ്നയുടെ ഈ യാത്രയിൽ, ഈ ഡോളർ കടത്താനുള്ള യാത്രയിൽ ഒപ്പം ശിവശങ്കരനും ഉണ്ടായിരുന്നു. ശിവശങ്കരന്റെ ഔദ്യോഗിക യാത്രയ്ക്കൊപ്പം സ്വപ്ന പോയപ്പോഴാണ് ഇത്തരത്തിൽ ഡോളർ കടത്തിയത് എന്ന സംശയവുമുണ്ട്. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വപ്നയെയും സരിത്തിനെയും സന്ദീപിനെയും കസ്റ്റഡിയിലെടുക്കാനാണ് ഇന്ന് കസ്റ്റംസ് ശ്രമിച്ചത്. പക്ഷെ അതിന്റെ പൂർണ്ണമായ രേഖകളില്ലാതെയാണ് കോടതിയെ അവർ സമീപിച്ചത്. അതുകൊണ്ട് പൂർണ്ണമായ രേഖകളില്ലാത്തതിനാൽ കോടതി അറസ്റ്റ് അനുവദിച്ചില്ല. രേഖകളുമായി തിങ്കളാഴ്ച എത്താൻ കോടതി നിർദ്ദേശം നൽകിയായിരുന്നു. ഏതാണ്ട് ഇതേ കേസിന് തന്നെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടത്തിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു പുതിയ കേസാണ്, അതായത് ഇതുവരെ പറഞ്ഞു കേട്ട കേസല്ല, അതൊരു പുതിയ കേസിൽ ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുക്കുക. ഇന്നും നാളെയും കോടതി അവധിയാണ്. അതുകൊണ്ട് ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾക്ക് നീങ്ങാൻ കഴിയില്ല. ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വെക്കുകയും ചോദ്യം ചെയ്യുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റംസ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ശിവശങ്കറിനെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് നീക്കാനുള്ള ഒരു നീക്കം നടന്നത് എന്നുമാണ് ശ്രീനാഥ് കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ കേസിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസ് ദേശീയ തലത്തിൽ ചർച്ചയാക്കി BJP. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് ബന്ധമെന്ന് BJP ദേശീയ നേതൃത്വം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ ആരോപിച്ചു. ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് വരുന്നതെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ പറഞ്ഞു. വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന നിലപാട് മുഖ്യമന്ത്രി മാറ്റുകയാണ്.
കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് CBI അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ കോടതിയിൽ പോയത്. മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ ധാർമ്മിക അവകാശമില്ല. ഇത് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ ഇനി മുഖ്യമന്ത്രിക്ക് ഭരണത്തിൽ തുടരാനുള്ള അവകാശമില്ല എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ വാദം, ആ വാദം ശക്തി പകരുന്നതാണ് ഈ നിലപാടുകൾ. സെക്രട്ടേറിയറ്റിലുണ്ടായ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലമല്ലെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. തെളിവ് നശിപ്പിക്കാൻ ബോധപൂർവം തീ കൊളുത്തിയതാണെന്നും മുരളീധരൻ ആരോപിച്ചു. സ്വപ്നയുടെ മൊഴി ഗൗരവതരമെന്ന് BJP ദേശീയ വക്താവ് സംബിത് പത്രയും പറഞ്ഞു. यह कोई साधारण स्कैम नहीं है, इसमें पैसों का हेराफेरी भी है, भ्रष्टाचार भी है, इसमें गोल्ड और टेरर मनी, क्योंकि पूरे विश्व में आज चर्चा का विषय बना हुआ है कि गोल्ड के माध्यम से टेरर फंडिंग किस प्रकार होता है, यह भी एक चिंता का विषय है. BJP ദേശീയ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പിണറായി സർക്കാരിനെതിരെ കേന്ദ്രമന്ത്രിയും ദേശീയ വക്താവും ആരോപണങ്ങൾ ഉന്നയിച്ചത്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. സ്വർണ്ണക്കടത്ത് ലൈഫ് കേസുകൾ അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ആസൂത്രിതമായി ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഷോർട്ട് സർക്യൂട്ട് മൂലമല്ല തീപിടുത്തമെന്ന ഫോറൻസിക് റിപ്പോർട്ട് വന്ന ശേഷം അട്ടിമറി ശ്രമം ഊർജിതമാക്കി. സമ്മർദ്ദത്തെ തുടർന്ന് ഫോറൻസിക് വിഭാഗം മേധാവി സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകിയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വടക്കാഞ്ചേരി ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണത്തിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് യൂണിറ്റാക്കം ബിൽഡേഴ്സ് ഉടമ സന്തോഷ് ഈപ്പനെ കൊച്ചിയിൽ CBI ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ലൈഫ് മിഷനെതിരെയുള്ള അന്വേഷണം 2 മാസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൈക്കൂലി നൽകിയോ, FCRA ചട്ടലംഘനമുണ്ടായോ എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് CBI അന്വേഷണം നടത്തുക. കേരള കോൺഗ്രസിന്റെ വരവ് തുടർഭരണ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് CPM സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. മുന്നണി പ്രവേശനത്തിന് മുൻപായി ജോസ് കെ മാണി CPM CPI നേതൃത്വങ്ങളെ കണ്ട് ചർച്ച നടത്തി. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനത്തിന് ഇനി ചില ഔപചാരികതകൾ മാത്രം ബാക്കി. ജോസ് വിഭാഗത്തിന്റെ വരവ് ഇടതുമുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലമാക്കുമെന്നാണ് CPM വിലയിരുത്തൽ. തുടർഭരണ സാധ്യത വർദ്ധിപ്പിക്കും. നിയമസഭാ സീറ്റിനെ ചൊല്ലി ഉണ്ടാവുന്ന വിവാദങ്ങൾ മുന്നണിയുടെ അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇല്ലാതാക്കരുതെന്നും CPM സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന അടിത്തറ വിപുലീകരിക്കാനുള്ള വലിയ സാധ്യതയാണ് ഇത് തുറന്നു കിട്ടിയിരിക്കുന്നത്. അതിന് സഹായകമായ വിധത്തിലുള്ള ചർച്ചയും നിലപാടുകളും തുടർന്ന് സ്വീകരിക്കണമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ജോസ് കെ മാണി CPM CPI നേതൃത്വവുമായി ഇന്ന് ചർച്ച നടത്തി. മുന്നണിയിലെ പ്രധാന കക്ഷിയെ ആദ്യം കാണുന്നതിന് പകരം MN സ്മാരകത്തിലെത്തി കാനം രാജേന്ദ്രനെയാണ് ജോസ് കെ മാണി ആദ്യം കണ്ടത്. പിന്നാലെ AKG സെന്ററിലെത്തി കോടിയേരി ബാലകൃഷ്ണനുമായി ചർച്ച നടത്തി. നിലപാടറിയിച്ചു, ചേർന്ന് പ്രവർത്തിക്കാൻ ഉള്ള തീരുമാനമെടുത്തു. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും സ്വാഗതം ചെയ്തു. ഇനി എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകണം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഗ്രഹം. അതുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇടതുമുന്നണി വിപുലീകരണത്തിന് വഴിയൊരുങ്ങുന്നതോടെ മുന്നണി പ്രവേശന ആവശ്യമുന്നയിച്ച് കോവൂർ കുഞ്ഞുമോന്റെ നേതൃത്വത്തിലുള്ള RSP-L രംഗത്തു വന്നു. ജോസ് കെ മാണിക്കൊപ്പം തങ്ങൾക്ക് മുന്നണിയിൽ അംഗത്വം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. LDF യോഗം ചേരുന്നതിന് മുമ്പായി CPM-ഉം CPI-യും പ്രത്യേകം ചർച്ച നടത്തും. അടുത്ത ആഴ്ച തന്നെ ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനം ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി യോഗം ചേരാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. AKG സെന്ററിലും MN സ്മാരകത്തിലുമെല്ലാം എത്തിയ ജോസ് കെ മാണിക്ക് ഊഷ്മള സ്വീകരണം നൽകി നേതാക്കൾ. ഇടതുപ്രവേശനത്തിന് ആദ്യം ഇടംകോലിട്ട കാനം രാജേന്ദ്രനെ AKG സെന്ററിന്റെ വാഹനത്തിലെത്തിയാണ് ജോസ് കെ മാണി സന്ദർശിച്ചത്. ഇടതുമുന്നണി യോഗത്തിന് മുൻപ് നേതാക്കളെ നേരിട്ട് കണ്ട് പിന്തുണ തേടുന്ന തിരക്കിലാണ് ജോസ് കെ മാണി. ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ CPM-നെ കാണുന്നതിന് പകരം ജോസ് കെ മാണി ആദ്യം എത്തിയത് MN സ്മാരകത്തിലാണ്. AKG സെന്ററിലെ വാഹനത്തിലെത്തിയ ജോസ് കെ മാണി കാനം രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി. CPM നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നീക്കമെന്നാണ് സൂചന. MN സ്മാരകത്തിലെ സ്വീകരണത്തിൽ തികഞ്ഞ ആത്മവിശ്വാസം. അല്ല, അത് ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നപ്പോൾ ചില രാഷ്ട്രീയ നിലപാട് അവരെടുത്തു കാണും. അതൊക്കെ ഒരു ക്ലോസ് ചാപ്റ്ററാണ്. AKG സെന്ററിന്റെ വാഹനത്തിൽ എത്തിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള പ്രതികരണം ഇതാണ്. അതെന്താ ഒരു വാഹനത്തിൽ പോയത്? അത് വല്ല സഹായമാണോ? കൊള്ളാം. അങ്ങോട്ട് ഈ പറഞ്ഞത് അതുമായി പരിചയമുള്ള ഒരാൾ കൂടെ വന്നു. അതിനപ്പുറത്തേക്ക് എന്താ? അതിനകത്ത് എന്താ കാര്യം? ഒരു കാര്യമില്ല. പിന്നാലെ സ്വന്തം വാഹനത്തിൽ AKG സെന്ററിലേക്ക്
സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി മുന്നണി പ്രവേശനം സാധ്യമാകുമെന്ന് ഉറപ്പാക്കി മടങ്ങാനിറങ്ങിയ ജോസിനെ കോടിയേരിയും എ വിജയരാഘവനും ചേർന്ന് യാത്രയാക്കി. പാലാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന് NCP. പാലായ്ക്കായി ഏതറ്റം വരെയും പോകാൻ കൊച്ചിയിൽ നടന്ന പാർട്ടി സംസ്ഥാന നേതൃയോഗത്തിൽ ധാരണയായി. മുന്നണിയിൽ സീറ്റ് ആവശ്യം ഔദ്യോഗികമായി ഉയരും വരെ വിഷയത്തിൽ മൌനം പാലിക്കാനാണ് പാർട്ടി തീരുമാനം. അവിശ്വാസ പ്രമേയത്തിൽ വിപ്പ് ലംഘിച്ചെന്ന റോഷി അഗസ്റ്റിന്റെ പരാതിയിൽ PJ ജോസഫിനും മോൻസ് ജോസഫിനും സ്പീക്കറുടെ നോട്ടീസ്. എന്തുകൊണ്ട് വിപ്പ് അംഗീകരിച്ചില്ല എന്ന് വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ നോട്ടീസ് നൽകിയത്. കേരള കോൺഗ്രസിന്റെ വിപ്പ് റോഷി അഗസ്റ്റിൻ തന്നെയാണ് എന്നതിനാലാണ് വിശദീകരണം തേടുന്നതെന്നും നടപടിക്ക് ജോസ് വിഭാഗത്തിന്റെ മുന്നണി മാറ്റവുമായി ബന്ധമില്ലെന്നും സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. സ്പീക്കറുടെ നടപടിയിൽ അസ്വാഭാവികത ഇല്ലെന്ന് PJ ജോസഫിന്റെ പ്രതികരണം. ആദ്യം ലഭിച്ച പരാതിയിൽ നടപടി എടുത്തു എന്നേയുള്ളൂ. എന്നാൽ റോഷി അഗസ്റ്റിനാണ് വിപ്പെന്ന സ്പീക്കറുടെ നിലപാട് ജോസഫ് തള്ളി. KM മാണിയുടെ മരണശേഷം മോൻസ് ജോസഫാണ് വിപ്പെന്ന് സ്പീക്കറെ അറിയിച്ചിരുന്നു. സ്പീക്കറുടെ കത്ത് ലഭിച്ച ശേഷം മറുപടി നൽകുമെന്ന് ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. ജോസ് കെ മാണി വിഷയത്തിൽ UDF നേതൃത്വത്തിനെതിരെ വീണ്ടും K. മുരളീധരൻ. UDFന്റെ വീഴ്ചയാണ് ഘടകകക്ഷികൾ വിട്ടുപോകാൻ കാരണമെന്ന് K. മുരളീധരൻ കുറ്റപ്പെടുത്തി. ആരെയും പറഞ്ഞുവിടുന്ന സമീപനം കോൺഗ്രസിനില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുരളിക്ക് മറുപടി നൽകി. K. കരുണാകരനും K. മുരളീധരനും പാർട്ടി വിട്ടുപോയപ്പോൾ തിരികെ കൊണ്ടുവന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു. നേതാക്കൾ മാത്രമാണ് പോയതെന്നും അണികൾ UDFനൊപ്പമാണെന്നും ചെന്നിത്തല പ്രതികരിച്ചു. ലാവ്ലിൻ കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചില്ല. കേസ് നവംബർ 5-ന് പരിഗണിക്കാനാണ് തീരുമാനം. കേസ് 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന് CBI അപേക്ഷ നൽകിയിരുന്നു. ലാവ്ലിൻ ഉൾപ്പെടെ ഇന്ന് പരിഗണിക്കാത്ത എല്ലാ കേസുകളും ദസറ അവധിക്ക് ശേഷം പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് 7283 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5731 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 1158 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 250 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 24 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 6767 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5136 സാമ്പിളുകളാണ് പരിശോധിച്ചത്. തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ദിവസവും 250 പേർക്കാണ് പ്രവേശനം. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. ശബരിമല വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റിന് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്നതിനാൽ നഷ്ടപരിഹാര തുക കോടതിയിൽ കെട്ടിവെച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിക്കാനായിരുന്നു സർക്കാർ നീക്കം. ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കേസ് തീർപ്പാക്കാതെ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ടു പോകുന്നതിനെതിരെ കൈവശക്കാരായ അയന ട്രസ്റ്റാണ് കോടതിയെ സമീപിച്ചത്. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിൽ വെടിക്കെട്ട് നടത്തിയവരും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും പ്രതികളെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. 52 പേർ പ്രതികളെന്ന് കണ്ടെത്തിയ കുറ്റപത്രം പരവൂർ കോടതിയിൽ സമർപ്പിച്ചു. ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിട്ടില്ല. അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും അളവിൽ കൂടുതൽ വെടിമരുന്ന് ശേഖരിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചെന്നുമാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. ഇടവേള ബാബുവിന്റെ പരാമർശത്തിൽ മോഹൻലാലിന് അതൃപ്തി. വിവാദം അനവസരത്തിലെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ അഭിപ്രായം. ഇടവേള ബാബുവിനോട് വിശദീകരണം ചോദിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. അനാവശ്യ വിവാദത്തിന് ഇടവേള ബാബു അവസരമൊരുക്കിയെന്നും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് അഭിപ്രായമുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ പ്രത്യേക കോടതി ജഡ്ജിക്കെതിരെ പ്രോസിക്യൂഷൻ. വിചാരണ നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഈ മാസം 14-ന് ശരത് ബാബു എന്ന സാക്ഷിയെ വിസ്തരിക്കുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ തുടക്കമെന്ന് പ്രോസിക്യൂഷൻ നൽകിയ ട്രാൻസ്ഫർ പെറ്റീഷനിൽ പറയുന്നു. വിചാരണയ്ക്കിടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും പ്രോസിക്യൂഷനെയും അവഹേളിക്കുന്ന വിധം ന്യായാധിപ സംസാരിച്ചു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇരുവർക്കുമെതിരെ ഉണ്ടായതായും പറയുന്നുണ്ട്. പ്രോസിക്യൂഷനെതിരെ വന്ന അജ്ഞാതന്റെ കത്തും തുറന്ന കോടതിയിൽ ജഡ്ജി വായിച്ചു. പ്രോസിക്യൂട്ടർ ഇല്ലാത്ത സമയത്താണ് കത്ത് വായിച്ചത്. ഈ സമയത്തും അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പ്രോസിക്യൂട്ടർക്കെതിരെ ഉണ്ടായതായും പരാതിയിൽ പറയുന്നു. കേസ് നടത്തിപ്പുമായി പരിപൂർണമായി സഹകരിച്ചിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂട്ടറുടെയും പ്രോസിക്യൂഷന്റെയും നിലപാട്.
ഇരയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ നീതിപൂർവമായ വിചാരണ ആവശ്യമാണെന്നും ഓർമ്മിപ്പിക്കുന്നു. ഇതിനായി ഇപ്പോഴത്തെ കോടതി മാറണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വിചാരണ കോടതിയെ അറിയിച്ചു. ഈ കോടതിയിൽ വിചാരണ നടന്നാൽ ഇരയ്ക്ക് നീതി ലഭിക്കില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയ അപേക്ഷയിൽ പറയുന്നു. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് കാണിച്ച് പ്രോസിക്യൂഷൻ നൽകിയ അപേക്ഷയിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്നാൽ വിചാരണ ഇൻ ക്യാമറയാക്കണമെന്നും കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ തടയണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടത് അംഗീകരിക്കുകയും ചെയ്തതായി പ്രോസിക്യൂഷൻ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ച് ഇന്ന് നടത്താനിരുന്ന വിചാരണ കോടതി നിർത്തിവെച്ചു. ഇന്ന് ഹാജരായ 10 സാക്ഷികളോട് ഇനി ഹാജരാകേണ്ട തീയതി പിന്നീട് അറിയിക്കാമെന്നും അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. നീറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 1ാം റാങ്ക് ഒഡീഷ സ്വദേശി സ്വയബ് അഫ്താബിനാണ്. ഉത്തർപ്രദേശ് സ്വദേശി അക്കൻഷ സിംഗ് 2ാം റാങ്ക് നേടി. 15 ലക്ഷത്തോളം പേർ എഴുതിയ പരീക്ഷയിൽ 7 ലക്ഷത്തിലധികം പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. സെപ്റ്റംബർ 13നും ഒക്ടോബർ 14നുമായി നടത്തിയ പരീക്ഷകളുടെ ഫലമാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. വിനോദസഞ്ചാര മേഖല തുറന്നു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ആലപ്പുഴക്കാർ. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ പൂത്തുലഞ്ഞ് മനോഹാരിയായിരിക്കുകയാണ് കിഴക്കിന്റെ വെനീസ്. സഞ്ചാരികൾ എത്തുന്നതിനായി വസന്തം വിരിയിച്ച് കാത്തിരിക്കുകയാണ് കുട്ടനാട്. നാട് തീരത്തിന്റെ നിശബ്ദത മടുത്തുവെന്ന് കടൽ. ഈ മനോഹര തീരവും വസന്തം വിരിയിച്ച് കുട്ടനാടുമെല്ലാം സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹിജൻ, ന്യൂസ് 18. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം.news18.com.